ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമാണ്, ഒരു വ്യക്തി റമദാൻ മാസത്തെ നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുണ്ടായിരിക്കെ അത് നോറ്റ് വീട്ടാതെ അടുത്ത റമദാൻ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്താണ് അതിൻ്റെ പേരിൽ കഫാറത്ത് എന്താണ് അതിൻ്റെ പേരിൽ കൊടുക്കേണ്ടത് എന്നൊരു മസല. അതൊരു അവനെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കട്ടെ, ഒഴിവഴിവുണ്ടായിരിക്കട്ടെ, അല്ലാതെ ആയിരിക്കട്ടെ, റമദാൻ മാസത്തെ നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുണ്ട്, അടുത്ത റമദാൻ എത്തി. ഇത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഫിഖ്ഹി കർമ്മശാസ്ത്രത്തിൻ്റെ കിതാബുകളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇതിൽ ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത്, അവന് ഖദാ വീട്ടുക, ബാക്കിയുള്ളത് ഖദാ വീട്ടുക, അവൻ്റെ മേൽ എന്തില്ല, ഫിദിയ നിർബന്ധമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് യാത്രക്കാരനാവുകയോ അല്ലെങ്കിൽ യാത്രയിലാവുകയോ അല്ലെങ്കിൽ രോഗിയാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫഅഫ്തറ, അതിനുശേഷം അവൻ നോമ്പ് മുറിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവനെ എത്രയാണ് അവൻ നോമ്പ് മുറിച്ചിട്ടുള്ളത് അത്രയും എന്ത് ചെയ്യണം, അവൻ നോറ്റ് വീട്ടേണ്ടതാണ്, നോമ്പെടുത്ത് വീട്ടേണ്ടതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, അവൻ്റെ മേൽ ഫിദിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, കഫാറത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആയത്തിൽ നിന്നും വ്യക്തമായ തെളിവാണ് എന്ത്, അവരുടെ മേൽ കഫാറത്തോ ഫിദിയയോ നിർബന്ധമില്ല എന്നുള്ളത്. ഇതാണ് ഇമാം അൽ ഹസൻ അൽ ബസ്രി, അതുപോലെ തന്നെ ഇമാം അൻ-നഖഈ, അതുപോലെ തന്നെ ഇബ്ൻ ഹസ്ം റഹിമഹുമുല്ലാ അജ്മഈൻ, അതുപോലെ തന്നെ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ, ഇവരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം ഇതാണ്. ഇമാം ഷൗക്കാനി, ഇമാം അൽ വാദിഈ, ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ, ഇവരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം. ഇബ്ൻ ഹസ്ം റഹിമഹുല്ലാ പറഞ്ഞു, അദ്ദേഹം അൽ മുഹല്ല ബിൽ ആസാർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ 767ാമത്തെ മസലയായിട്ട് മസല പറയുന്നു, വമൻ കാനത്ത് അലൈഹി അയ്യാമുൻ മിൻ റമദാൻ ഫഅഖറ ഖദാഅഹ അംദൻ ഔ ലിഉദ്രിൻ. ആരുടെങ്കിൽ മേൽ എന്തുണ്ട്, അവൻ റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുണ്ട്, അവന്റെ മേൽ ഖദാ വീട്ടാൻ ബാക്കിയുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ആ ഒരു ഖദാ വീട്ടൽ വൈകിപ്പിച്ചു, മനഃപൂർവ്വമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലോ, ഔ ലി നിസിയാനിൻ, അല്ലെങ്കിൽ അവൻ മറന്നുപോയിട്ടോ, ഹത്താ ജാഅ റമദാനു ആഖർ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു അടുത്ത റമദാൻ എത്തി. ഫഇന്നഹു യസൂമു റമദാൻ അല്ലദീ വറദ അലൈഹി കമാ അമറഹു അല്ലാഹു തആല. അപ്പോൾ അവൻ അവിടെ എന്താണ് ചെയ്യേണ്ടത്, അവന് വന്നു കഴിഞ്ഞാൽ അടുത്ത റമദാൻ എത്തിക്കഴിഞ്ഞാൽ ആ റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റ് വീട്ടുക, അതായത് ആ നോമ്പ് എന്ത് ചെയ്യുക, അവൻ നോൽക്കുക. റമദാൻ മാസം വീണ്ടും എത്തിക്കഴിഞ്ഞാൽ അവൻ ആ സമയത്തുള്ള ഇപ്പോൾ വന്നിട്ടുള്ള റമദാൻ എന്ത് ചെയ്യുക, അവന് നോൽക്കുക, ആ മാസത്തിലെ നോമ്പ് എന്ത് ചെയ്യുക, നോൽക്കുക, അള്ളാഹു അവനോട് കൽപ്പിച്ചതുപോലെ. ഇതാണ് ഇതിൽ ശരിയായിട്ടുള്ള അഭിപ്രായം. അവന്റെ മേൽ എന്തില്ല, അവൻ ഫിദിയ കൊടുക്കേണ്ടതോ കഫാറത്ത് കൊടുക്കേണ്ടതല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നസീഹത്ത് ചെയ്യുന്നതാണ്, അവരുപദേശിക്കുന്നതാണ്, ഒരു വ്യക്തിക്ക് അവൻ അള്ളാഹുവിന് കടമുണ്ടായിരിക്കെ, അള്ളാഹുവിന് ഈ നോമ്പായിക്കോട്ടെ അല്ലെങ്കിൽ നേർച്ചയായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ എത്രയും പെട്ടെന്ന് അവൻ എന്ത് ചെയ്യണം, നോറ്റ് വീട്ടാൻ അവൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. കാരണം അവൻ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം അവൻ ബാക്കിയായിട്ട് എന്ത് ചെയ്യരുത്, അവൻ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ നോമ്പുള്ള ആളുകളൊക്കെ അതിൽ അലസത കാണിക്കാതെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നോറ്റ് വിട്ടുവാൻ അവർ ഉത്സാഹം കാണിക്കേണ്ടതുണ്ട്. വല്ലാഹു അഅലം. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.